നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാഫിയുടെ വായിൽ ശൈലജയുടെ തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് പിണറായി ചിരിക്കുന്നു. ഒരു നിലപാടും ഇല്ലാത്ത നേതാവായി ശൈലജ അധപ്പതിക്കുന്നുവെന്ന് ജനങ്ങളെ കൊണ്ട് പറയിച്ചു. വടകരയിൽ CPM ഇറക്കിയ നമ്പർ നേരെ ഉൾട്ടയായി. ശൈലജ ടീച്ചറിന്റെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞ് ഷാഫിക്കെതിരെ കലിതുള്ളിയ ടീംസ് എല്ലാം ഒളിവിലാണ്. ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചറെ കൊണ്ട് ഷാഫിയെ വെട്ടിലാക്കാൻ നോക്കി. എന്നിട്ടിപ്പോൾ എന്തായി? 8ന്റെ അല്ല 16ന്റെ പണി ശൈലജയ്ക്ക് കിട്ടി. സംഭവം കൈവിട്ടു പോയതോടെ പിണറായി കൈമലർത്തി രംഗം കൊഴുപ്പിച്ച നേതാക്കളും മുങ്ങി. പെട്ടത് ശൈലജ ടീച്ചർ മാത്രം. ഷാഫിക്ക് ഉമ്മയില്ലേ എന്നും ചോദിച്ച് CPM ഒരു സഹതാപ തരംഗം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത് ഷാഫി തന്നെ പൊളിച്ചടുക്കി കൊടുത്തു. ശൈലജ വെട്ടിലാകുമ്പോൾ സന്തോഷിക്കുന്നത് പിണറായി വിജയനാണ്. ശൈലജ തോറ്റാൽ പിണറായിക്ക് അത്രയും സന്തോഷം. പിന്നെ ജയിച്ചാലോ വടകര തിരികെ പിടിക്കാം എന്ന സന്തോഷം മാത്രം. പിണറായി വിജയനെ സംബന്ധിച്ച് ആകെയുള്ള എതിരാളി ശൈലജയാണ്. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വീകാര്യയാണ് ശൈലജ. CPMൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി ആര് വേണം എന്ന ചോദ്യം വന്നാൽ ശൈലജ എന്ന ഒരു ഉത്തരമേ ഉള്ളൂ. ആ സ്വീകാര്യത പൊളിച്ചെടുക്കണം. അതുമാത്രമാണ് പിണറായിക്ക് ആവശ്യം. അതിന് ഈ വിവാദത്തിലേക്ക് ശൈലജയെ കുത്തിയിളക്കി വിട്ടു. ഷാഫിക്കും ഉമ്മയില്ലേ എന്ന ചോദ്യം ശൈലജയുടെ വായിൽ നിന്ന് വന്നതാണ് ഏണിയായത്. അതെ, ഷാഫിക്കും ഉമ്മയുണ്ട്, പക്ഷെ ഇതുപോലെ പച്ചക്കള്ളം പറയില്ല എന്ന് പ്രചാരണം വന്നു. എന്റെ ഉമ്മയെ വിവാദത്തിലേക്ക് തള്ളിവിട്ടുവെന്ന ഷാഫിയുടെ ഒരൊറ്റ ഡയലോഗിൽ വടകരയിൽ കാര്യങ്ങൾ വലതിനനുകൂലമാകുന്നു. ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കരച്ചിൽ കാണണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതാണ് വടകരയിൽ പിണറായിയുടെ നിലപാട്. ഷാഫി ജയിച്ചാലും വേണ്ടില്ല, ശൈലജ തോറ്റുകണ്ടാൽ മതി. ഷാഫിയും കൂട്ടരും ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പ്രചരിക്കുന്നു. തൊട്ടുപിന്നാലെ നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്നു, അണികളെ കുത്തിയിളക്കി വിടുന്നു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, പോസ്റ്റർ പ്രചരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് പ്ലേറ്റ് മാറ്റി ശൈലജ ടീച്ചർ. വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന് ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തി. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വന്നു. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കരഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ സംസാരിച്ചതെന്ന ചോദ്യം വന്നു. അതായത് ഷാഫിക്കും അമ്മയില്ലേ എന്ന ചോദ്യമൊക്കെ ഏറെ വൈകാരികമായാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. എന്തിനാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായതെന്ന് ചോദ്യം വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതുകൊണ്ട് ആകെ അവശയായിരുന്നു, പൊടിയും മറ്റും അടിച്ച് ജലദോഷവും മറ്റും ഉണ്ടായിരുന്നു, താൻ ഒരിക്കലും കരഞ്ഞതല്ല, അങ്ങനെ തോന്നിയതാണ് എന്ന് ശൈലജയ്ക്ക് പറയേണ്ടി വന്നു. ഒരു നിലപാടില്ലേ എന്ന ചോദ്യം ഇതോടെയാണ് മലയാളികൾ ചോദിച്ചത്. ശൈലജ ടീച്ചറിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പലർക്കും ഇത്തരത്തിലൊരു നീക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ അവരെ വിഷമത്തിൽ ആഴ്ത്തി എന്നത് എടുത്തു പറയേണ്ടി വരും. ഇത് മാത്രമല്ല, ഇതിനിടയിൽ ഷാഫി കയറി വന്ന് കൃത്യമായ കളിയും നടത്തി. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു. KK ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി ചോദിച്ചത്. ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചിഴച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. രാഷ്ട്രീയം കളിക്കുന്നതിനിടയിൽ വീട്ടുകാരെ പോലും രാഷ്ട്രീയത്തിന് ഉപകരണമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഷാഫിയുടെ ഉമ്മയെ ഇതിലേക്ക് വലിച്ചിഴച്ചതിൽ വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വടകരയിൽ ശൈലജയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത്ര ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് CPMകാർ തന്നെയാണ്. കൃത്യമായ കളി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ശൈലജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശൈലജയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടു കൂട്ടരാണ് CPMനുള്ളിലുള്ളത്. ഈ ശൈലജയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. വടകരയിൽ ശൈലജ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ പിണറായി സന്തോഷിക്കുകയാണ്. താൻ കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മരുമകൻ എന്ന പിണറായി വിജയന്റെ മോഹം പൊളിച്ചടുക്കുന്ന നേതാവാണ് ശൈലജ. മാത്രമല്ല, ശൈലജയെ വടകരയിൽ നിർത്തിയപ്പോൾ ഉയർന്ന ചോദ്യം, CPMൽ സ്വീകാര്യത ഉള്ള ഒരേ ഒരു മുഖം ടീച്ചറിന്റേതാണ്. ഇതോടെ തെളിഞ്ഞില്ലേ പിണറായിക്ക് മുകളിലാണ് ശൈലജയെന്ന്. പിണറായിക്കും തലപ്പൊക്കത്തിലാണ് ശൈലജ എന്നത് പിണറായിയുടെ ഉറക്കം കെടുത്തുന്നത്.
പക്ഷേ വടകരയിൽ പ്രചാരണത്തിന് ചെന്നപ്പോൾ ശൈലജയ്ക്ക് വേണ്ടി പൊക്കിയടിച്ചിട്ടൊക്കെയാണ് പിണറായി പോകുന്നത്. മൂപ്പർക്ക് കുറുക്കന്റെ ബുദ്ധിയാണല്ലോ. മഹാമാരികളെയും പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി അതിജീവിച്ച കേരളത്തിന്റെ അതിജീവന ശക്തിയുടെ മുഖമാണ് സഖാവ് കെ ശൈലജ ടീച്ചർ. പൊതുജനാരോഗ്യ രംഗത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമരംഗത്തും ഈയിടെ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിറകിലെ പ്രധാനി കൂടിയാണ് ടീച്ചർ. രാജ്യത്തെ പുരോഗമന ജനാധിപത്യ മഹിളാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയായ ടീച്ചർ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾക്കായി അടിയുറച്ച് നിലകൊണ്ടു. കേരളത്തിന്റെ സ്വന്തം സഖാവ് ശൈലജ ടീച്ചറാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി പുറമേരി, കൊയിലാണ്ടി, പാനൂർ തുടങ്ങിയിടങ്ങളിൽ സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. നേരായ വഴിയിൽ വിജയം സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിയവർക്കുള്ള മറുപടിയാണ് പരിപാടികളിൽ കണ്ട ജനപങ്കാളിത്തം. വടകര സഖാവ് കെ ശൈലജ ടീച്ചർക്കുള്ളതാണ്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗീർവാണം. ഫേസ്ബുക്കിൽ വെച്ചലക്കുകയായിരുന്നു ഇത്. ഇപ്പോൾ കോവിഡിന്റെയും മഹാമാരിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ശൈലജ ടീച്ചറെ പൊക്കിയടിച്ച ഇതേ പിണറായിയാണ് ശൈലജ ടീച്ചർ വൈകുന്നേരങ്ങളിൽ, അതായത് കൊറോണ സമയത്തെ വൈകുന്നേരങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ നിറസാന്നിധ്യമായതോടെ മലയാളികൾ ഏറ്റെടുത്തതോടെ ടീച്ചറെ ഒരു മൂലയിലേക്ക് ഒതുക്കി വാർത്താ സമ്മേളനം പോലും അതിൽ പോലും തലയിട്ട ആളാണ് ഈ പിണറായി. എന്നിട്ടാണ് ഇപ്പോൾ വന്നിരുന്ന് വലിയ വാചകമടിക്കുന്നത്. ഒരു വഴിക്കൂടെ ശൈലജയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കും, മറ്റൊരു വഴിക്കൂടെ ശൈലജയെ തോൽപ്പിക്കാൻ ആളെ ഇറക്കി ആകാവുന്നതെല്ലാം ചെയ്യിക്കും. പാനൂരിലെ ബോംബ് ടീച്ചർക്ക് തിരിച്ചടി ഉണ്ടാക്കും. അതിന്റെ കൂടെ ഷാഫി വിവാദവും എല്ലാം കൊണ്ടും ശൈലജയുടെ ഇമേജിന് മങ്ങലേറ്റിട്ടുണ്ട്. അതിന് കാരണക്കാരൻ പിണറായി വിജയനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.